സിനിമാക്കാർക്ക് ഗോവ ഒരു ഭാഗ്യ സ്ഥലമായി മാറുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. ഒരു കഥ ഇതിൽ ആ കഥ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ ഗോവ വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ ഗോവയിലൊരു ഇപ്പോൾ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ചില ഏരിയകളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പഴയ കേരളമാണ്, മുഴുവൻ തെങ്ങുകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇനി കേരളം ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോവയിൽ പോകേണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഒരു കഥാപാത്രം കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് എപ്പോഴാണ് ഒരു ആക്ടർക്ക്? ഒരു ആക്ടറിന് അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് എനിക്കറിയില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. എപ്പോഴും ഞാൻ ഓരോ പ്രോസസ്സിലും ഒരു സിനിമ കാണുമ്പോൾ, ഇപ്പം റോൾ മോഡൽസിൻ്റെ എക്സാമ്പിൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൺസീവ് ചെയ്തതുപോലാണോ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഡബ് ചെയ്യാൻ വേണ്ടി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ചെയ്തത് ഇങ്ങനെയും കൂടെ ചെയ്യാമായിരുന്നു എന്ന് തോന്നും. എഡിറ്റിൽ കാണുമ്പോഴത്തേക്കും ഇങ്ങനൊരു വേരിയേഷൻ കൊണ്ടുവരാമെന്ന് തോന്നും. പടം റിലീസിൻ്റെ തലേന്ന് തോന്നുന്നത് നമ്മൾ കൺസീവ് ചെയ്ത് തന്നെയാണോ അവസാനം ഉണ്ടായത്. എനിക്കൊന്ന് ആ എല്ലാ ആക്ടേഴ്സും അങ്ങനെ ഒരു സൈക്കിളിലൂടെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് എനിക്കറിയാവുന്നൊരു ബേസിക് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവൻച്വലി വർക്കാവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് എൻ്റെ ലേണിംഗ് മെത്തേഡ് അതാണ്. ഞാനത് ആ പോയിന്റിൽ അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് വർക്ക് എന്നാണ് എനിക്ക് തോന്നിയത്. ആക്ടേഴ്സിനെ ഇംപ്രൂവൈസ് ചെയ്യാൻ വിടുന്ന ഒരു സംവിധായകനാണോ താങ്കൾ? അവർക്ക് അവരുടെ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനൊരു സീൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുന്നൊരു സംവിധായകനാണോ താങ്കൾ? അങ്ങനെ ഒരു സീനല്ല, ആ സീനിൽ, ഞാൻ കൊടുക്കുന്ന സീനിൽ അത് എന്തുമാത്രം വേണമെങ്കിലും അവർക്ക് ഇംപ്രൂവൈസ് ചെയ്യാം. കാരണം ആ കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ട അവരാണ്, അവരുടെ മനസ്സിലാണ് അത് ഉണ്ടാവേണ്ടത്. ഈ എഴുതി കൊടുക്കുന്നത് ഞാൻ എഴുതുന്ന പോലെ അതേ ഡയലോഗ് തന്നെ പറയണം, അങ്ങനെ തന്നെ പറയണം എന്ന് പറയുന്ന വാശിയൊന്നും എനിക്കില്ല. അതിനേക്കാൾ ബെറ്റർ ആവണം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അവരഭിനയിക്കുമ്പോൾ അവരുടെ ഒരു കഥാപാത്രമായിട്ട് അവർ മാറുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ അതിനേക്കാൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിയാക്ഷനോ കാര്യങ്ങളോ ഡയലോഗോ ഒക്കെ വരും. അത് വരുമ്പോൾ ഞാനത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാറാണ് പതിവ്. വിവാഹശേഷമാണോ കുറച്ചുകൂടെ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധ വേണമെന്ന് തോന്നി തുടങ്ങി, അല്ലെങ്കിൽ നേരത്തെ പോലെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, ഒരു മാറ്റവും വന്നിട്ടില്ല. നേരത്തെ പ്യുവർലി എൻ്റെ മാരേജ് എന്നെ പ്രൊഫഷണലി ഏതെങ്കിലും രീതിയിൽ അങ്ങനെ എന്നെ മാറ്റിയിട്ടൊന്നുമില്ല. ഞാൻ ബിലീവ് ചെയ്ത സിനിമ തന്നെയാണ് ഞാനിന്നും ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ ആസ് എ വ്യക്തി എനിക്ക് ലൈഫിനോടൊരു കുറച്ചുകൂടെ പേഷ്യൻ്റായി, കുറച്ചുകൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി തുടങ്ങി. അപ്പോൾ എന്നെ എക്സൈറ്റ് ചെയ്യുന്ന സ്റ്റോറീസും മാറി തുടങ്ങി. നമ്മുടെ ബേസിക് ടേസ്റ്റ് മാറുന്നതനുസരിച്ച് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന വിഷയങ്ങളും മാറുമല്ലോ. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. അല്ലാതെ പ്രേമത്തിൻ കരണ്ടടിച്ചിട്ട് കരളിൻ കോളർ കത്തിയില് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് മൂടും തട്ടി നീ പോയില്ലേ, ഞാൻ കരിഞ്ഞ ദോഷപോലായില്ലേ, ഞാൻ കരിഞ്ഞ ദോഷപോലായില്ലേ, കമ്പനിയുടെ ഷർട്ട് കണ്ടപ്പോ നീ തമ്മനും ബ്രാൻഡ് മറന്നില്ലേ. ഈ സൂപ്പർ താര ചിത്രങ്ങൾ താങ്കൾ ചെയ്തിട്ടുണ്ട്, സൂപ്പർ താരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരൊപ്പം ജോലി ചെയ്യുമ്പോഴും ഇവരൊപ്പം ജോലി ചെയ്യുമ്പോഴും എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ വ്യത്യാസം തോന്നാറുണ്ടോ? ഇല്ല, അത് ഓരോ സിനിമയും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എപ്പിസോഡായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഹലോ ചെയ്യുമ്പോൾ അത് വേറൊരു ജീവിതം. അത് ആ സമയത്ത് ഇപ്പോൾ ലാലേട്ടനും ഒക്കെ ആയിട്ട്, പിന്നെ മായാവിയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് മാത്രമാണ് ഞാൻ. പക്ഷേ ഞാനെപ്പോഴും ലൊക്കേഷൻ ഉണ്ടാവും, മമ്മൂക്കയായിട്ട് ഉള്ളത്, അത് വേറൊരു രീതിയാണ്. അപ്പോൾ അതേപോലെ തന്നെ അതിനു മുമ്പും ജയസൂര്യയും കുഞ്ചാക്കോ ബോബനൊക്കെ വരുന്ന സമയത്ത് ഞാൻ അവരെ വെച്ച് സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അങ്ങനെ ഓരോ സിനിമയ്ക്കൊരു സ്വഭാവമുണ്ട്. പക്ഷേ ഒരു ഓവറോൾ നോക്കിയാൽ ഇപ്പോൾ ഞാൻ തമിഴ് ചെയ്തിട്ടുണ്ട്, തെങ്കാശി മഠത്തിൻ്റെ തമിഴ് ചെയ്തിട്ടുണ്ട്. എവിടെയും അങ്ങനെ പ്രത്യേകിച്ചൊരു വ്യത്യാസം ഉണ്ടാവാറില്ല. പക്ഷേ ആ സിനിമയുടെ സ്വഭാവം, ആ ലൊക്കേഷൻ്റെ പ്രത്യേകതയൊക്കെ വെച്ചിട്ട് ആ സിനിമയുടെ ലൊക്കേഷനൊരു പ്രത്യേകത ഉണ്ടാവും. പിന്നെ ഞാനൊരിക്കലും ദേഷ്യപ്പെടുകയോ അങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന ഒന്നും ആളല്ല. ഈ സിനിമയുടെ വിശേഷങ്ങൾ ഇടയ്ക്ക് താങ്കൾ പുറത്തു പോയി അന്യഭാഷയിലൊരു സിനിമ ചെയ്തു, അതിൻ്റെ എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ പറയാറായോ? അത് ആദ്യത്തെ സിനിമ ചെയ്യുന്ന പോലെയാണ്, അതുകൊണ്ട് എനിക്കറിയില്ല. കാരണം എന്നെപ്പോലൊരു ആക്ടറിന് ഞാൻ തിങ്ക് ചെയ്യുന്ന ലാംഗ്വേജിൽ പെർഫോം ചെയ്താണ് ശീലമുള്ളത്. ഞാൻ ചിന്തിക്കുന്ന മലയാളത്തിലാണ്. അപ്പം എൻ്റെ ബോഡി ലാംഗ്വേജും ഒക്കെ ഇറ്റ്സ് ലൈക്ക് എൻ്റെ മൈൻഡിൻ്റെ കൺട്രോളിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനല്ല, ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് സിനിമ ചെയ്യുന്ന പോലെയാണ്.
അപ്പോൾ അത് വരട്ടെ. ഇപ്പോൾ ഈ ചോദ്യം വളരെ ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്. സിനിമയിൽ ഇപ്പം നമ്മൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കുറേ കാര്യങ്ങളാണ് കേൾക്കുന്നത്, കുറേ ഇഷ്യൂസാണ് കേൾക്കുന്നത്, കുറേ ബ്ലോണപ്പ് ആയിരിക്കുന്ന സാധനങ്ങൾ. ഒരു ആക്ടർ എന്ന നിലയിൽ സിനിമ ഇൻഡസ്ട്രി എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് താങ്കൾ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഇഷ്യൂസിനെ ഫേസ് ചെയ്യണമെന്നാണ് താങ്കൾ കരുതുന്നത്? ഈ പറഞ്ഞ പോലെ അത് ഈ ഔട്ട് ഓഫ് എന്താ പറയുക, ഇത് ശരിക്കും ബ്ലോണപ്പ് ആകുന്നത് ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഇത് മലയാളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 18 ന്യൂസ് ചാനൽസ് കണ്ടിട്ടുണ്ടെന്ന്, 18 ഐ മീൻ സമയം ക്ലോസ് ടു ദാറ്റ്. അപ്പം ഇത് എണീക്കുമ്പോൾ തൊട്ട് കിടക്കുന്നവരെ കേൾക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെ ബ്ലോണപ്പ് ആകുന്നതാണ്. അതിൻ്റെ സത്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഐ മീൻ എല്ലാവർക്കും കം ഔട്ട്. എന്നാണ് ആക്ഷൻ ചിത്രം ചെയ്യുന്നത്? ഫുൾ ആക്ഷൻ? ഫുൾ ആക്ഷൻ മായാവി പോലെയല്ല, മായാവി പോലെയല്ല. അല്ല, ഞാൻ ഫുൾ ആക്ഷൻ ഞാൻ ഫഹദിനോട് ചോദിച്ചു. കാരണം ഇതിൽ ഫഹദ് ആക്ഷൻ ചെയ്തിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്ഷൻ എന്ന് പറയുന്നത് വെറുതെ അടിയല്ല, അപ്പോൾ അതിൻ്റെ മൂമെൻറ്റ്സും എക്സ്പ്രഷനുമാണ്. അപ്പോൾ അത് ഈ സിനിമയിൽ ഇത് കുറച്ചേ ഉള്ളൂ ഇതിൽ, പക്ഷേ ഉള്ളത് എടുത്ത് അന്നാണ് ഞാൻ ചോദിച്ചത്, നമുക്കൊരു ഫുൾ ആക്ഷൻ സിനിമ ചെയ്താലോ? അപ്പോൾ ചിലപ്പോൾ അടുത്തതായിരിക്കും ഒരു ആക്ഷൻ സിനിമ ചെയ്യണമെന്ന് ആ സമയത്തൊരു ഞങ്ങൾ ആദ്യം മീറ്റ് ചെയ്യുന്ന സമയത്ത് റാഫിക്ക 3-4 കഥകൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നമുക്കിത് ചെയ്യാമെന്നാണ്. അപ്പം അടുത്തത് വേറൊരു സ്വഭാവമുള്ള സിനിമ ആയിരിക്കും. ചിലപ്പോൾ അടുത്തൊരു ആക്ഷൻ പടം ആയിരിക്കും മലയാളത്തിൽ. ആയിരിക്കാം പറയാൻ പറ്റില്ല. ആ സമയത്ത് ഞങ്ങളിനി ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം നമ്മൾ ചൂസ് ചെയ്യുന്നത്. നടൻ സൂര്യയും സംഗീത സംവിധാനവുമായ ജി വി പ്രകാശും ആദ്യമായി ഒന്നിക്കുന്നു. ഇരുടു ചുറ്റും സംവിധാനം ചെയ്ത സുധാ കൊങ്ങരയുടെ ചിത്രത്തിലായിരിക്കും ഇവർ ഒന്നിക്കുക. കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോകുകയാണെങ്കിൽ സൂര്യയും ജി വി പ്രകാശും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമായിരിക്കും ഇത്. സുധ സംവിധാനം ചെയ്ത ഇരുടി സുത്രു തമിഴിൽ വൻ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. സിംഗം 3-ന് ശേഷം സൂര്യ താൻ ചേർന്ന കൂട്ടം എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം 65 കോടി മുടക്കിയാണ് ചിത്രീകരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും സുധയുടെ ചിത്രത്തിൽ എത്തുക. സംഗീതത്തിനായി സിനിമയിലെത്തിയ ജി വി പ്രകാശ് പിന്നീട് അഭിനയത്തിലും ഒരു കൈ നോക്കുകയായിരുന്നു. பேசும்போது ஹஸ்கி வாய்ஸ்ல பேசாத, ஏன் எனக்கு ஒரு மாதிரியா இருக்கு. டேய் எனக்கு ஒரு மாதிரியா தான்டா இருக்கு. உருட்டு கண்ணால வரசி போறாலே, ஐயோ நெஞ்சு குழி பத்திக்கிச்சு தன்னால, இடுப்பு தண்டால ഇമയോ രണ്ടാല. രജനീകാന്ത് ചിത്രം കുചേലിനാണ് ആദ്യം അഭിനയിച്ചത്. പിന്നീട് ഒരുപിടി ചിത്രങ്ങളിൽ മോശമല്ലാത്ത റോളുകൾ പ്രകാശ് ചെയ്തു. സിനിമയ്ക്കുള്ളിലെ കഥയുമായി ഒരു ഹ്രസ്വചിത്രം ഒരുങ്ങുന്നു, ഇൻവിസിബിൾ ആക്ടർ. അവിനാഷ് സംവിധാനം ചെയ്യുന്ന ഈ ഹ്രസ്വചിത്രത്തിൽ കലാശാല ബാബു, സൈജു കുറുപ്പ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. മരിച്ചുപോയ ഒരു കഥകളി നടൻ്റെ ആത്മാവ്, ഈ ആത്മാവ് അറിയാണ് തൻ്റെ കഥ സിനിമയാകാൻ പോകുന്നു. ഇതറിഞ്ഞ് ആത്മാവ് ലൊക്കേഷനിൽ അതിരാവിലെ കുളിച്ച് ഭസ്മക്കുറിയൊക്കെ തൊട്ട് തന്നെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ പോകുന്ന ഈ നടനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ കാലത്ത് 6 മണിക്ക് വന്ന ഈ ആത്മാവ് ഏകദേശം ഒരു ഉച്ചയ്ക്ക് 1 മണി വരെ കാത്തിരിക്കുന്നു. 1 മണിക്കാണ് ഈ നടൻ കയറി വരുന്നത്. അപ്പോൾ തന്നെ അഭിനയിച്ച് പ്രതിഫലിക്കാൻ വരുന്ന ഈ നടന് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്ന് കാണുമ്പോൾ ആ ആത്മാവിന് കുറച്ച് ദേഷ്യവും വിഷമമൊക്കെ വരാണ്. അപ്പോൾ ഈ 1 മണിക്ക് വരുന്ന ഈ നടനും ഈ ആത്മാവും തമ്മിൽ മേക്കപ്പ് റൂമിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ഇവർ തമ്മിലുള്ള തർക്കവും ആ തർക്കത്തിൽ നിന്ന് വരുന്ന ഒരു നടനുണ്ടാകുന്നൊരു ട്രാൻസ്ഫോർമേഷൻ, ഇതാണ് ഇൻവിസിബിൾ ആക്ടർ എന്ന് ഷോർട്ട് ഫിലിമിൽ ഞാൻ പറയുന്നത്. അതിലേക്ക് നോക്കിയിരുന്ന തനിക്ക് ഞാനാവാൻ പറ്റുമോ? അതൊക്കെ ആയിക്കോളൂ. ഞാൻ 2 മാസം കഥകൾ പഠിച്ചിട്ട് ഇവിടെ അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. വാ, അതെ, ഗംഭീരായി. അപ്പൊ പിന്നെ എല്ലാം തികഞ്ഞു അല്ലേ? എവിടെ ചെന്നാലും പരാതിയായിട്ട് ഓരോരുത്തർ വന്നോളൂ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ അഭിനയിക്കും, അല്ലാതെ നിങ്ങളൊന്നും പ്രീതിപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. അത് ശരിയാ, തനിക്ക് താനാവാൻ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഒരു കഥാപാത്രമാവാൻ ആ കഥാപാത്രത്തിൻ്റെ മനസ്സുകൂടി താൻ അറിഞ്ഞിരിക്കണം. ഇതേ എൻ്റെ കഥയാണ്, ഇതിലേക്ക് തന്നെയല്ല വേണ്ടത്, എന്നെയാണ്. അതിന് താൻ എന്നെ എത്രമാത്രം അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. കലാശാല ബാബുചേട്ടനെ കാസ്റ്റ് ചെയ്യാൻ കാരണം കഥകളിയുമായിട്ട് ബന്ധമുള്ള, കഥകളി പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് വേണമെന്ന് തോന്നിയപ്പോൾ
കലാമണ്ഡലം കൃഷ്ണനാശാൻ്റെ മകനാണ് കലാശാല ബാബുചേട്ടൻ. അപ്പോൾ ബാബുചേട്ടന് കഥകളിയുമായിട്ട് നല്ല ജ്ഞാനമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കലാശാല ബാബുചേട്ടനെ അത് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. സൈജു ഗ്രൂപ്പ് ഞങ്ങളിതുപോലെ കാസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ഫെയിമുള്ള ഒരു നടൻ എന്നാണ്. അങ്ങനെയാണ് സൈജു ചേട്ടനെ ഞാൻ വിളിച്ച് സൈജു ചേട്ടന് കഥ ഇഷ്ടമായി, അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ താൻ എന്നിൽ നിന്ന് എത്രയോ അകലെയാണ് നിൽക്കുന്നതെന്ന്. ഇനിയെങ്കിലും ഒരു കഥാപാത്രത്തെ സൂക്ഷ്മമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഷോഗർ വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.